ബാങ്ക് അക്കൗണ്ടിൽ പൈസയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. അധികം വഴുകാതെ ഇത് സീറോ ആയി കിട്ടും. കാരണം ഇന്ത്യയിൽ നിലവിലൊരു ബാങ്കിങ് സ്കാം നടക്കുന്നുണ്ട്. ഈ ഒരു സ്കാമിന് നിങ്ങളുടെ OTP വേണ്ട, നിങ്ങളുടെ പാസ്വേഡ് വേണ്ട, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പോലും വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം മതി. ഒരു ലീക്ക്ഡ് ഡാറ്റാബേസിന് സ്കാമേഴ്സ് നിങ്ങളുടെ നമ്പർ ഒപ്പിക്കും. നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ടെലികോം പ്രൊവൈഡറിനെ വിളിക്കും. ഫേക്ക് ID ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് സിം റെഡിയാക്കും. ഡ്യൂപ്ലിക്കേറ്റ് സിം കിട്ടിയാലോ അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ഒറിജിനൽ സിമ്മിലെ റേഞ്ച് കട്ടാവും. ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ OTP, നിങ്ങളുടെ പാസ്വേഡ്സ്, നിങ്ങളുടെ ബാങ്ക് വെരിഫിക്കേഷൻ എല്ലാം അവർക്ക് കിട്ടും. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, നിങ്ങളുടെ FD, നിങ്ങളുടെ സേവിങ്സ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എല്ലാം കാലിയായി കിട്ടും. കഴിഞ്ഞ മാസം തന്നെ ബോംബെ ഹൈക്കോടതി ബാങ്ക് ഓഫ് ബറോഡയോട് ഏകദേശം 1.24 കോടിയാണ് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞത്. HDFC ബാങ്കിനും കിട്ടി 38 ലക്ഷത്തിന്റെ റീഫണ്ട് ഓർഡർ. എന്തിനാണ് ഈ റീഫണ്ട് ഓർഡർ എന്നല്ലേ പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ ഒരു സ്കാമിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുക അത് പറഞ്ഞുതരാം. സിമ്പിളാണ്, ആകെ 3 സ്റ്റെപ്പുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെലികോം സർവീസ് പ്രൊവൈഡറിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സ്വിം സ്വാപ്പ് റിക്വസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അത് ആക്ടിവേറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കിങ് ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ മാറ്റുക. ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, SMS വഴിയുള്ള ഓതന്റിഫിക്കേഷൻ മാറ്റിയിട്ട് ബാങ്ക് ആപ്ലിക്കേഷനിലേക്ക് മാറ്റണം എന്ന് പറയുക. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാങ്ക് ഫ്രോഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ഇത് നിങ്ങളുടെ കോൺടാക്ട് ആയിട്ട് സേവ് ചെയ്യുക. കാരണം എമർജൻസി സിറ്റുവേഷനിൽ ഈ നമ്പർ നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ ടൈം എടുക്കും. ഇനി എന്തിനാണ് ഈ നമ്പർ സേവ് ചെയ്യുന്നതെന്നല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. RBIയുടെ റൂൾ പ്രകാരം ബാങ്കിൽ നിന്ന് എന്തെങ്കിലും സ്കാം നടന്ന് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു പരാതി ബാങ്കിനെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു, ബാക്കി ബാങ്കിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് HDFCക്കും ബാങ്ക് ഓഫ് ബറോഡയ്ക്കും ഈ ഒരു റിട്ടേൺ റിക്വസ്റ്റ് കിട്ടിയതിന്റെ കാര്യം. സോ എപ്പോഴും ആലോചിച്ചോളാം, എന്തെങ്കിലും ഒരു സ്കാമിൽ വിട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, ഈ വിവരം അറിയിക്കുക 3 ദിവസത്തിനുള്ളിൽ. 3 ദിവസത്തിനുള്ളിലാണെങ്കിൽ നിങ്ങളുടെ പൈസ ബാങ്ക് ഏറ്റോളും, നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കണ്ട. സോ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. കാരണം ഇതറിയാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്.